بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അടുത്ത ഹദീസ് അല്ലേ? حدثنا سفيان بن وكيع رضي الله عنه قال حدثنا جميع بن عمر بن عبد الرحمن العجلي رضي الله عنه حدثنا جميع بن عمر بن عبد الرحمن العجلي إملاء علينا من كتابه. അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്ന് നമുക്ക് ഇംലാ എന്ന് പറഞ്ഞാൽ കേട്ടെഴുതുക, മനസ്സിലായില്ലേ? ഖാല, അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി റജുലുൻ മിൻ ബനീ തമീം, ബനൂ തമീം ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം മിൻ വലദി അബീഹാല, അബൂഹാലയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ആരാ അബൂഹാല? സൗജി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ ആദ്യത്തെ ഭർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ആ ഭർത്താവ്. യുക്കന്ന അബാ അബ്ദില്ല, അബൂ അബ്ദില്ല എന്നാണ് കുഞ്ഞത്താലമ വിളിക്കപ്പെടാറുള്ളത്. അപ്പോൾ അദ്ദേഹം അനിബ്നിൽ അബിഹാല, അബൂഹാലയുടെ ഒരു മകനെ തൊട്ട്, അനിൽ ഹസൻ ഇബ്നു അലി, ഹസൻ ഇബ്നു അലി എന്നവരെ തൊട്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹസൻ ഇബ്നു അലി ആരാണ്? ആരാ മോനാ? ഫാത്തിമ ബീവിൻ്റെ മോന്. വസഅൽതു ഖാലി ഹിന്ദ് ഇബ്നു അബി ഹാല, എൻ്റെ ഖാലായ ഹിന്ദ് ഇബ്നു അബി ഹാലയോട് ഞാൻ ചോദിച്ചു. വകാന വസ്വാഫൻ, അദ്ദേഹം വല്ലാതെ വർണ്ണിക്കാൻ അറിയുന്ന ആളാണ്, വല്ലാതെ വർണ്ണിക്കാൻ അറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അൻ ഹില്യത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ രൂപത്തെക്കുറിച്ച്. നബിതങ്ങളുടെ ഹില്യത്ത്, രൂപം, സ്വഭാവം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. വഅന അസ്തഹി, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ യസിഫലി മിൻഹ, അൻ യസിഫലി, അദ്ദേഹം എനിക്ക് വിവരിച്ചു തരണമെന്ന്, മിൻഹ, ആ നബിതങ്ങളുടെ ഹിലിയത്തിൽ നിന്ന്, ഷൈഅൻ, വല്ലതും, അതഅല്ലഖു ബിഹി, എനിക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന, അഹ്ഫദുഹു എന്നർത്ഥം. അതഅല്ലഖു ബിഹി എന്ന് പറഞ്ഞത് അഹ്ഫദുഹു. അപ്പോൾ എനിക്ക് മനഃപ്പാഠമാക്കാൻ പറ്റിയ വല്ലതും അദ്ദേഹം എനിക്ക് വിവരിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ നിലക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖ്മൻ മുഫഖ്ഖമാ, ഫഖ്മൻ വണ്ണമുള്ളയാളാണ്, മുഫഖ്ഖമൻ വണ്ണമാക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വണ്ണമുണ്ട്, സ്ഥാനമുണ്ട് നബിതങ്ങൾക്ക്. അതുപോലെ ജനങ്ങളുടെ വീക്ഷണത്തിലും വലിയ ബഹുമാനവും സ്ഥാനവുമുണ്ട്. അതാണ് ഫഖ്മാണ്, മുഫഖ്ഖമാണ് എന്ന് പറഞ്ഞാൽ. ആരാണ് നബിതങ്ങൾ? ഫഖ്മാണ്, മുഫഖ്ഖമാണ്. ഫഖ്മൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ആരുടെ അടുക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്. അതുപോലെ മുഫഖ്ഖമൻ, ജനങ്ങളുടെ വീക്ഷണത്തിലും ജനങ്ങളുടെ മനസ്സിലും വലിയ സ്ഥാനമുള്ള ആളാണ്. യതലഅു വജ്ഹുഹു, അവിടുത്തെ മുഖം വെട്ടിത്തിളങ്ങും. തലഅലു അൽ ഖമരി, ചന്ദ്രൻ വെട്ടിത്തിളങ്ങുന്നത് പോലെ. ലൈലത്തൽ ബദരി, പരിപൂർണ ചന്ദ്രനുള്ള രാവിൽ. അതെപ്പോഴാ? അപ്പോൾ 14-ാം രാവിലെ ചന്ദ്രികയെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂർ.
ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിർ റസൂലില്ലാഹ്, നബി തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹി, സൂര്യൻ അവിടുത്തെ മുഖത്തൂടെ ഇങ്ങനെ നടക്കുന്നത് പോലെ ഉണ്ടാകും. അപ്പൊ എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത്വലു അത്വല മിനൽ മർബൂഇ, കാനന്റെ പിന്നെ വിധങ്ങൾ ഫഹ്മായിരുന്നു, മുഫഖമായിരുന്നു, പിന്നെ എന്തുമായിരുന്നു? അത്വല മിനൽ മർബൂ, അത്വല അതിലേക്ക് എന്തായിട്ട് ഖബറും ബാദ ഖബറായിട്ട് പറയാം, സിഫത്തായിട്ട് പറയാം. ഒത്ത നീളമുള്ളതിനേക്കാൾ അല്പം നീളമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ റാവിമാർ പറയും, അവർ മനസ്സിലാക്കിയതനുസരിച്ചാണല്ലോ പറയാ. ഒത്ത നീളമുള്ളതിനേക്കാൾ കുറച്ചൊന്ന് കൂടുതൽ. അപ്പോൾ അത്വല മിനൽ മർബൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ, ഒത്ത നീളമുള്ള ആൾ, കുറിയ ആളുമല്ല നീണ്ട ആളുമല്ല. അപ്പോൾ അത്വല മിനൽ മർബൂഇ, ഒത്ത നീളമുള്ളതിനേക്കാൾ നീളമുള്ള ആളാണ്. വഅഖ്സറു മിനൽ മുശദ്ദബി, വഅഖ്സറു മിനൽ മുശദ്ദബ്. മുശദ്ദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്ന അൽ ബാഇനു തൂലൻ ഫി നഹാഫ, മെലിഞ്ഞൊട്ടിയിട്ട് നീണ്ടറ്റാള്, രസമുണ്ടോ കാണാൻ? അതിനേക്കാൾ അഖ്സറു ചെറിയ ആളാണ്. മനസ്സിലായില്ലേ? വഅത്വലു മിനൽ മർബൂ, മനസ്സിലായില്ലേ? അദീമൽ ഹാമത്തി, തല നല്ല വലിപ്പമുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെ നമ്മുടെ കിതാബിൽ, ആ പ്രിന്റ് എടുത്ത കിതാബിലുള്ളതുപോലെ അത്വലു മിനൽ മർബൂ ഖബറും ബാദ ഖബറായിട്ട് വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അഹ്വ നബിതങ്ങൾ അത്വലു മിനൽ മർബൂ ആണ്, വഅഖ്സറു മിനൽ മുശദ്ദബാണ്, അദീമുൽ ഹാമത്താണ്, റജിലു ശഅരി അല്ലെങ്കിൽ റജില ശഅരി, രണ്ട് നിലക്കും വായിക്കാം അവിടെ. മനസ്സിലായില്ലേ? തല വലിപ്പമുള്ള ആളാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ബുദ്ധിയുള്ളതിൻ്റെ അടയാളമാണ്. മനസ്സിലായില്ലേ? റജില ശഅരി, ചീകിയൊതുക്കിയ മുടിയുള്ള ആളായിരുന്നു, ചീകിയൊതുക്കിയ മുടിയുള്ള ആളാണ്. ഇനിയും ഫറഖത്ത് അഖീഖത്തുഹു ഫറഖഹ, ചീകി വെക്കാൻ സൗകര്യപ്പെടുമ്പോൾ അങ്ങനെ ചെയ്യും, രണ്ട് ഭാഗങ്ങളാക്കി വെക്കും, രണ്ട് ഭാഗങ്ങളാക്കി ചീകിയൊതുക്കി. മനസ്സിലായില്ലേ? എന്താക്കും? വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനസ്സിലായില്ലേ? ഇവിടെ അഖീഖത്ത് എന്ന് പറഞ്ഞാൽ തലയിലെ മുടിക്കാണ് എന്താവുക? അഖീഖത്ത് എന്ന് പറയാം. അപ്പോൾ തലയിലെ മുടി ഇങ്ങനെ വേർപിരിയുകയാണെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് വേർപിരിഞ്ഞ് ഫറഖഹ, നബി തങ്ങൾ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് വെക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ, അല്ലാത്ത സമയത്ത് ചീകി വെക്കാൻ സൗകര്യമൊന്നുമില്ല, അതിനുള്ള അവസരമൊന്നും ഇല്ലാത്ത സമയത്ത്, അപ്പോൾ ഫലാ യുജാവിദു ശഅറുഹു, അവിടുത്തെ മുടി വിട്ടുകിടക്കാറില്ല, ശഹ്മദത ഉദ്നൈഹി, അവിടുത്തെ രണ്ട് ചെവിക്കുറ്റികളിൽ നിന്ന് ആ മൃദുലമായ ഭാഗത്തേക്കാൾ വിട്ടുകിടക്കാറില്ല. ഇദാ ഹുവ വഫറഹു, അതിനെ എന്താക്കി വെക്കുമ്പോൾ, ഒരുമിച്ച് കൂട്ടുമ്പോൾ. മനസ്സിലായില്ലേ? മിക്ക റിവായത്തുകളിലും ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ചില ആളുകൾ നബി തങ്ങൾ ഭയങ്കര മുടി നീട്ടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും. അത് അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് അവരെ മുടിയാക്കാൻ റസൂലുള്ളാഹിനെ കൂട്ടുപിടിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇരുവായത്തിലൊക്കെ കണ്ടില്ല, ഇല്ല ഫലാ യുജാവിജു, രണ്ട് ഭാഗത്താക്കിയിട്ട് മുടി വെച്ചാൽ പിന്നെ താഴോട്ട് ഇറങ്ങൂലല്ലോ, രണ്ട് ഭാഗത്തേക്കല്ലേ ഉണ്ടാവുക. ഇനി അഥവാ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ, നേരെ വെക്കുകയാണെങ്കിൽ തന്നെ എത്രയേ ഉണ്ടാവുള്ളൂ? രണ്ട് ചെവികളുടെ ആ മാലാന മിനൽ ഉദുൻ, അതാണ് ഷഹ്മത്ത്. ഇതിനേക്കാൾ വിട്ടുകിടക്കാറ് ഇല്ല. അസ്ഹറൽ ലൗൻ, പനിനീർ പൂവിൻ്റെ നിറമാണ്, അങ്ങനെ അർത്ഥം വെക്കാം. ഐ അബിയദ ബയാദൻ നയ്യറൻ, നല്ല പ്രശോഭിതമായ വെള്ള നിറമാണ്, വെട്ടിത്തിളങ്ങുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. വാസിഅൽ ജബീൻ,
വിശാലമായ നെറ്റിത്തടം ഉള്ള ആളാണ്. നെറ്റിത്തടം വിശാലമാവുക എന്നുള്ളത് ബുദ്ധി വർദ്ധിച്ചതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ളവർ നോക്കിയാൽ തലയെക്കൊട്ടി ഇങ്ങനെ താഴോട്ട് ഇറക്കണ ആൾക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല, നെറ്റിത്തടം ഉണ്ടാവില്ല. അതാ എനിക്ക് വളരെ കുറവാണ്. വാസിഅൽ ജബീൻ, വിശാലമായ നെറ്റിത്തടമുള്ള ആളാണ്. അസജ്ജൽ ഹവാജിബി, തിങ്ങിയ പുരികമായിരുന്നു. തിങ്ങിയ പുരികമായിരുന്നു. സവാബിക, പരിപൂർണമായത്. ചില ആളുകൾ ഇതുണ്ട്, എന്താവുക, കട്ടായി പോവുക, ചെറുതാണ് വലുതുണ്ട്. അങ്ങനെയൊന്നുമല്ല നബിതങ്ങളുടെ. കവാമില, സവാബിക എന്ന് പറഞ്ഞാൽ എന്താ? കവാമില, പരിപൂർണമായിരുന്നു. കാമിലാത്ത്. ഫി ഗൈരി ഖറനിൻ, ഫി ഗൈരി ഖറനിൻ, കൂടിച്ചേരാത്ത രൂപത്തിലുള്ളതാണ്. കൂടിച്ചേരാത്ത രൂപത്തിലുള്ളതാണ്. കൂട്ടിമുട്ടുന്നത് പോലെ ഉണ്ടാവും, പക്ഷെ കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അത് അല്ലാമ ഷർഖാവി പറയുന്നുണ്ട്. വൽ മുറാദ്, ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം എന്താ? അന്ന ഹാജിബൈഹി ഖദ് സബഗ, നിബിതങ്ങളുടെ രണ്ട് പുരികവും പരിപൂർണ ആയതാണ്. ഹത്താ കാദായൽ തഖിയാൻ, കൂട്ടുമുട്ടാൻ അടുത്താകും, പക്ഷേ വലം യൽ തഖിയ, എന്തായിട്ടില്ല? കൂട്ടിമുട്ടിയിട്ടില്ല. വൽ ഖറനു, ഈ കൂട്ടുമുട്ടുക എന്നുള്ളത് ഗൈറു മഹ്മൂദിൻ ഇൻദൽ അറബ്, അറബികൾക്കിടയിൽ സ്തുതിക്കപ്പെടുന്ന കാര്യമല്ല. അറബികൾ വലിയൊരു സംഭവമായിട്ട് കാണുന്നതല്ല അത്. വയസ്തഹിബൂനൽ ബലജ, പുരികം തമ്മിൽ അകലലാണ് അവർക്കിഷ്ടം, എന്തല്ല? കൂടലല്ല. മനസ്സിലായില്ലേ? ബൈനഹുമാ ഇർഖുൻ യുദിറുഹുൽ ഗളബു, ബൈനഹുമാ, ആ രണ്ട് പുരികത്തിൻ്റെയും ഇടയിലുണ്ട് ഇർഖുൻ, ഒരു ഞരമ്പ്. ഇർഖുൻ യുദിറുഹു, അതിനെ ഉയർത്തും, അൽ ഗളബു, ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഉയർന്നു വരും. അങ്ങനെയുള്ളൊരു ചെറിയൊരു ഞരമ്പ് ഈ രണ്ട് പുരികത്തിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിന് വേണ്ടിയല്ലാതെ ദേഷ്യം പിടിക്കൂല. ദേഷ്യം പിടിക്കും, ലാ യഗ്ളബു ലി നഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ദേഷ്യം പിടിക്കാറില്ല. നബി തങ്ങൾ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ദേഷ്യം പിടിക്കാറ്. വലാ യന്തഖിമു ലഹ, ആ സ്വന്തത്തിന് വേണ്ടി ആരോടും പ്രതികാരം ചെയ്യൂല. ഇല്ലാ ഇൻതഹകത് ഹുറുമാത്തുല്ലാഹ്, അള്ളാഹു ആദരിച്ച വസ്തുക്കൾ, അതിൻ്റെ ആദരവിനെ ആരെങ്കിലും പിച്ച് ചിന്തിയാലല്ലാതെ. ദീനീ വിഷയങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും തോന്നിവാസം കളിച്ചാൽ നബിതങ്ങൾക്ക് ദേഷ്യം പിടിക്കും. അതല്ലാതെ സ്വന്തം നബിതങ്ങൾ ആരെങ്കിലും ചീത്ത വിളിച്ച്, നബിതങ്ങൾ ആരെങ്കിലും ആക്രമിച്ച്, അപ്പോൾ നബിതങ്ങൾക്ക് ദേഷ്യം പിടിക്കാറില്ല. അഖ്നൽ ഇർനീൻ, നല്ല ഭംഗിയുള്ള നീളമുള്ള നാസികയായിരുന്നു, മൂക്കായിരുന്നു. ഇർനീൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് ഉയർന്ന് ചെരിഞ്ഞ രൂപത്തിൽ, മധ്യഭാഗം കുറച്ച് വളഞ്ഞ രൂപത്തിലായിരുന്നു. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവിടെ അഖ്നൽ ഇർനീന് എന്നുണ്ട്, അഖ്നൽ ഇർനൈനി എന്നുണ്ട്. അപ്പോൾ ഇർനൈനി എന്ന് പറഞ്ഞാൽ ആ മൂക്കിൻ്റെ രണ്ട് ദ്വാരം, അത് അല്പം വിശാലതയുള്ളതാണ്. എല്ലാം അതിൻ്റെ ആ മൂക്ക് കൊണ്ടുള്ള ഉപകാരം എങ്ങനെയൊക്കെയാണോ അതൊക്കെ കിട്ടും, പരിപൂർണമായ രൂപത്തിൽ എന്താവും? കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഹു നൂറുൻ യഅലു, അവിടുത്തെ മൂക്കിൻ്റെ സമീപത്തൊരു പ്രകാശമുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് ഉയർന്നു വരുന്നൊരു പ്രകാശം, അവിടെ ഒരു പ്രകാശം. നബിതങ്ങൾ പൂർണ്ണമായിട്ടും പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ മുകളിൽ മറ്റൊരു പ്രകാശം മൂക്കിൻ്റെ ഭാഗത്ത്. നൂറുൻ അല നൂർ യഹ്സിബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ, സൂക്ഷിച്ചു നോക്കാതെ പ്രഥമ ദൃഷ്ട്യാ വീക്ഷിക്കുന്നവർ വലിയ മൂക്കുള്ള ആളാക്കി തോന്നും. പെട്ടെന്നൊന്നും അങ്ങനെ നോക്കിയാൽ വലിയ മൂക്കുള്ള ആളായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഒത്ത നീളമുള്ള നബിതങ്ങളുടേത് ഒന്നും എന്തല്ല,
എക്സ്ട്രാ ഓവർ വലിപ്പമോ അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞോ ഒന്നുമില്ല. ഒരു മനുഷ്യനിക്ക് ഏത് രൂപത്തിൽ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തത്. കത്തല്ലിഹയത്തി, തിങ്ങിയ താടിയുള്ള ആളാണ്. സഹ്ലൽ ഖദ്ദൈൻ, രണ്ട് കവിളുകൾ നല്ല മാർദ്ധവമുള്ളവരാണ്. നല്ല മാർദ്ധവമായ മിനുസമുള്ള കവിൾത്തടമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. വരീഅൽ ഫമി, വിശാലമായ വായയായിരുന്നു വായ. ചില ആളുകളുടെ വായ ആ ഓപ്പണിങ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഫുള്ള് തുറക്കാൻ വേണ്ടി കഴിയില്ല. അത് ന്യൂനതയാണ്. വായ വിശാലമായി കഴിഞ്ഞാൽ വായ ഫുള്ള് തുറക്കാം. വിശാലമായ വായയുള്ള ആളാണ്. മുഫല്ലജൽ അസ്നാൻ, മുഫ്ലജ് എന്നും പറയാം, മുഫല്ലജ് എന്നും പറയാം. മുഫല്ലജൽ അസ്നാനി, പല്ലുകൾക്കിടയിൽ നേർത്ത വിടവുള്ള ആളാണ്. പല്ലുകൾക്കിടയിൽ മുഫ്ലജ് എന്ന് പറഞ്ഞാൽ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുക, അത് നല്ല ഭംഗിയായിരിക്കും. നേരെ തിളങ്ങുന്ന പല്ലുകൾ, അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ്. ഖില്ലത്തുൽ ഫലജി, ഈ വിടവ് കുറയുക എന്നുള്ളത് മംദൂഹുൻ, അറബികൾക്കിടയിൽ സ്തുതിക്കപ്പെടുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ വകസ്റത്തുഹു, ഓവർ വിടവുണ്ടാകുക എന്നുള്ളത് അത് മഖ്ബൂഹുൻ, അത് ഐബാണ്. എന്താണ്? ഐബാണ്. ഇമാം ഷർഖാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇദാ തകല്ലമ റുഇയ കന്നൂരി യഖ്റുജു മിൻ ബൈനി സനായാ, അവിടുന്ന് സംസാരിക്കുമ്പോൾ മുൻപല്ലുകൾക്കിടയിലൂടെ പ്രകാശം പുറത്തു വരുന്നത് പോലെ ഉണ്ടാകും. പ്രകാശം പുറത്തു വരുന്നത് പോലെ ഉണ്ടാകും. മനസ്സിലായില്ലേ? മുൻപല്ലുകൾക്കിടയിലൂടെ, അതിൻ്റെ ഉള്ളിൽ അത് ഉമിനീരുണ്ടല്ലോ, അതെല്ലാം കൂടി നോക്കുമ്പോൾ അങ്ങനെ തോന്നും. പ്രകാശം പുറത്തു വരുന്നത് പോലെ തോന്നും. പ്രകാശം പുറത്തു വരുന്നത് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുകൾ നല്ല ഭംഗിയുള്ളതാണ്. അവിടുത്തെ സർഫാക്കപ്പെട്ട തുപ്പുനീര് വളരെ സുഗന്ധമുള്ളതും ഔഷധ വീര്യമുള്ളതുമാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ റസൂലുള്ളാഹിൻ്റെ ഉമിനീരിങ്ങനെ പറഞ്ഞപ്പോൾ ഉമിനീരിനെ കുറിച്ച് അങ്ങനെ ഓർമ്മ വന്നതാണ്. റസൂലുള്ളാഹിൻ്റെ ഉമിനീരിന് വലിയ മഹത്വമാണ്. നബി തങ്ങൾ ഒരിക്കൽ ഒരു തൊട്ടിയിൽ നിന്ന് വെള്ളം കുടിച്ചു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ചരിത്രമാണ്. ശരിബ മിൻ ദൽവിൻ ഫസുബ്ബ ഫീ ബിഇരിൻ, ആ വെള്ളം എന്തായി? ആ തൊട്ടിയിലുള്ള വെള്ളം കിണറിലേക്ക് എന്തായി? ഒഴിച്ചു. സുബ്ഹാനല്ലാഹ്, ഫഫാഹ മിൻഹാ മിസ്ലു റായിഹത്തിൽ മിസ്കി, പിന്നെ കിണറ്റിൽ നിന്ന് കസ്തൂരിയുടെ പരിമളം അടിച്ചു വീശാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ നിന്നെന്തായി? കസ്തൂരിയുടെ പരിമളം അടിച്ചു വീശി. അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം, അന്നഹു ബസഖ ഫീ ബിഇരിൻ ബിദാരി അനസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുള്ള കിണറ്റിൽ റസൂലുള്ളാഹി തുപ്പി. ഫലം യകുൻ ബിൽ മദീനത്തി ബിഅറുൻ അഅദബ മിൻഹാ. സുബ്ഹാനല്ലാഹ്, മദീനയിൽ അനസ് തങ്ങളുടെ വീട്ടിലെ കിണറ്റിലുള്ള വെള്ളത്തിനേക്കാൾ ശുദ്ധമായ വേറെ വെള്ളം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിൻ്റെ റീഖിൻ്റെ ബർക്കത്ത്, ഉമിനീരിൻ്റെ ബർക്കത്ത്. ഒരു ദിവസം ഹുസൈൻ മോന് വല്ലാത്ത ദാഹം. ആരാ ഹുസൈൻ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി. ഫഅഅതാഹു ലിസാനഹു, റസൂലുള്ളാഹി എന്താക്കി? റസൂലുള്ളാഹിൻ്റെ നാവ് കൊടുത്തു. അങ്ങനെ ഫമസ്സഹു, ആ ഹുസൈൻ മോൻ എന്തായി? അത് ഈമ്പി. ഹത്ത റവിയ, അങ്ങനെ ദാഹം ശമിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് സംഭവം. അവിടുത്തെ ഉമിനീരിൻ്റെ ദാഹം പോയി. ഖൈബർ യുദ്ധത്തിൻ്റെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ റസൂലുള്ളാഹി തുപ്പി. വബിഹിമാ റമദുൻ, ആ രണ്ട് കണ്ണുകളിൽ എന്തുണ്ടായിരുന്നു? റമദ്, കണ്ണുരോഗമുണ്ട്, ചെങ്കണ്ണുണ്ട്. ഫബരിഅ,
റസൂലുള്ളാഹിൻ്റെ മദീനയുടെ ബർക്കത്ത് കൊണ്ട് എന്തായി? ശിഫയായി. അങ്ങനെ അവിടുത്തെ റീഖ് ഷരീഫിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ. ചില സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ചവച്ച ഇറച്ചി കഷ്ണം ചവച്ചു. അങ്ങനെ അവർ മരിക്കുന്ന സമയത്ത് വലം യൂജദ് ലി അഫ്വാഹിഹിന്ന ഖലൂഫുൻ, ഒരു വായ്നാറ്റവും എന്തുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. സുൽത്താൻ്റെ ദീഖിൻ്റെ ബർക്കത്താണ്. സുൽത്താൻ്റെ ഇടത് കൈ കൊണ്ട് തുപ്പുനീര് പരട്ടി ഇടത് കൈയിൽ, എന്നിട്ട് ഉച്ചുബ റളിയല്ലാഹുവിൻ്റെ പുറത്തും വയറ്റിനൊക്കെ എന്തായി? തടവി. എന്തോ ഒരു സന്ദർഭത്തിൽ രോഗം ബാധിച്ചപ്പോൾ ഉച്ചുബ തങ്ങളെക്കാൾ സുഗന്ധമുള്ള ഒരാളും ആ സമയത്തുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളെ ക്ലാസ് തീരൂല. അതുകൊണ്ട് ഒരു സെമി കോളനിട്ട് നമുക്കിവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് പാഠം തുടരാം. ദീഖിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ എന്തായി പോകും, നീണ്ടുപോകും. 4-5-6 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു, ചുരുക്കി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് വിശാലമായ ഹദീസ് ആയതുകൊണ്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.